നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ പല അഭിപ്രായങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ക്യാമ്പിംഗ് വീഡിയോയിൽ വന്നിട്ടുള്ള പ്രധാന കമൻറ്റുകൾ, അഭിപ്രായങ്ങളെ അതിനൊക്കെ ഒരു ചെറിയൊരു വിശദീകരണം, അല്ലെങ്കിൽ എന്താ പറയുക, അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റിത്തരാം എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കഴിഞ്ഞ ക്യാമ്പിംഗ് വീഡിയോ തൊട്ട് നോക്കാം. കഴിഞ്ഞ ക്യാമ്പിംഗ് വീഡിയോ നമ്മൾ എവിടെ ആയിരുന്നു? മലമുകളിലായിരുന്നു. അപ്പോൾ ആ മലമുകളിലെ ക്യാമ്പിംഗ് വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ, പ്രധാനമായിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കിയിട്ട് തുടങ്ങാം അല്ലേ. ഇതെന്താ സംഭവം ചോദിച്ചാൽ, ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു വിഷയം കമൻറ്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം എന്ന് എഴുതിയിട്ടാണ്. ആദ്യം തന്നെ ബിനീഷ് കെ ബി എന്ന് പറയുന്ന ഒരു ബ്രോ ഇട്ടിട്ടുള്ള ഓഡിബാബ ടോർച്ചിന് എന്താ വില വിഷ്ണു എന്നുള്ളതാണ്. അതിന് 1200 രൂപയാണ്. ഞാൻ ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനമാണത്. അതുപോലെ തന്നെ അടുത്തൊരു കമൻ്റാണ്, ആഷിഖ് ബാബു എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? മച്ചാനെ, ഇനി ക്യാമ്പിംഗ് ചെയ്യുമ്പോൾ രാത്രി ഒരു ക്യാമറ പുറത്തൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് നോക്കാലോ, പുതിയ അതിഥികൾ ഏതെങ്കിലും വരുമോ? മറക്കരുത്, അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യണം. അതായത് ഒരു നൈറ്റ് വിഷൻ ക്യാമറ നമുക്ക് വേണമെന്ന് ഞാൻ ലൈവിലും പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാതെ, കാരണം ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതുമൊക്കെയുള്ള ശ്രദ്ധയിലാണ്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കമൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ക്യാമ്പിംഗ് വീഡിയോ എവിടെ ആയിരുന്നു? മലമുകളിൽ നമ്മൾ 4 കണ്ണ് കണ്ടു എന്ന് തമ്മിൽ വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള കമൻറ്റുകളാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്മോഹൻ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും വന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും യാതെ വന്നാൽ എന്ത് ചെയ്യും? ഒരാളെ കൂടി കൂട്ടുക എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത്യാവശ്യം വന്ന്, നമുക്ക് വയ്യായിക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഒന്നും ചെയ്യാല്ല, നമ്മൾ അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളതിൽ. ഒന്ന്, നമ്മുടെ കയ്യെത്താൻ ദൂരത്ത് മൊബൈലും എടുത്ത് ഒരാളെ കോണ്ടാക്ട് ചെയ്യാനും കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ എവിടെ ക്യാമ്പ് ചെയ്യാൻ പോകാനുള്ളൂ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്, സാധാരണയായിട്ട് ഷെയർ ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവന് ഷെയർ ചെയ്തിടാറുണ്ട്. വീട്ടിലേക്കൊന്നും ഷെയർ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ മാത്രമല്ല, ഞാൻ യാത്രയിലാണെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും റിസ്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ തന്നെ എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിടാറുണ്ട്. ഇതും തന്നെ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തിടും. അത് എത്ര ടൈം കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും വിഷയമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയിട്ട് നമ്മളെ കാണാതാവുക എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ സുഖമാവും എന്ന് കരുതിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അത്തരം കേസ് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലോ എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സൈറോക്സ് റിയോ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഫുഡിന്റെ സ്മെല്ലൊക്കെ കിട്ടിയാൽ അനിമൽസ് വരും, ബട്ട് ഫയർ ഇടുമ്പോൾ സീനില്ല. ശരിയാണ്, ഫുഡിന്റെ സ്മെല്ല്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ഞാൻ അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമുക്ക് തന്നെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളധികം നോൺ വെജ് കൊണ്ടുപോയി കുക്ക് ചെയ്യുന്നതാണ് ഈ വിഷയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ക്യാമ്പ് ഫയർ യൂസ് ചെയ്യാറുണ്ടല്ലോ. വളരെ നല്ല അഭിപ്രായമായിട്ടത്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതൊക്കെ. സജി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അടുത്ത ക്യാമ്പിങ്ങിന് ഓലപ്പടക്കം നിർബന്ധം. ഈ ഒരു അഭിപ്രായം ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് 17ഓളം ആളുകൾ ലൈക്കും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളി. അപ്പോൾ പടക്കം, ഒരു ചെറിയൊരു ശബ്ദത്തിലുള്ള ഒരു പടക്കമൊക്കെ നമുക്ക് കൈ കരുതാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയാണ്. ഞാൻ തന്നെ ഇനി കരുതണം എന്ന് കരുതുന്നുണ്ട്. മലമുകളിലാകുമ്പോൾ മാത്രം മതി, അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുള്ളൂ. പിന്നെ അടുത്തൊരു കമൻ്റാണ് ഹരൻ ആർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നത്. മച്ചാനെ, ക്യാമ്പിങ്ങിൽ അത്യാവശ്യമായിട്ടും പോർട്ടബിൾ ഗ്യാസ് ഫയർ ഗൺ അല്ലെങ്കിൽ ഗ്യാസ് ഫയർ ടോർച്ച്, 5-10 ഓലപ്പടക്കം, പെപ്പർ സ്പ്രേ, പച്ചക്കമ്പ് വെട്ടിയെടുത്ത നല്ലൊരു വടി, ഇതൊക്കെ ഇമാതിരി സ്ഥലങ്ങളിൽ വളരെ അത്യാവശ്യമാണ്. എപ്പോൾ വേണമെങ്കിലും അവ ഉപകരിക്കേണ്ടി വരും. പിന്നെ എക്സ്ട്രാ 2 ഫ്ലാഷ് ലൈറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഉറങ്ങുന്ന സമയം വരെ കത്തിച്ച് വെക്കുന്നത് നല്ലതാണ്. സേഫ്റ്റി മുഖ്യം ബില്ലേ. പക്ഷേങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വടി പറഞ്ഞാൽ ഞാൻ കരുതാറുണ്ട്. അത് ഞാൻ കരുതുന്ന വടിയിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ലൈറ്റ് വെക്കാറ്, മനസ്സിലായോ? അതിനായിട്ട് സെപ്പറേറ്റ് ഒന്നും വെട്ടാറില്ല ഞാൻ. വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എയർ ഗൺ മേടിക്കും മച്ചാനെ, എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാർക്കാണ് നഷ്ടം. ഈ രസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ
അതും ഒറ്റയ്ക്ക് സേഫ്റ്റി നോക്കണം. എന്തായാലും ഒരു ടൂൾ സെറ്റാക്കൂ. തീർച്ചയായിട്ടും ആ രസം നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പിങ് താല്പര്യമുള്ള ആളുകളുണ്ട്, ക്യാമ്പിങ് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാവരും സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യുക. എയർ ഗണ്ണ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളതിന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ ക്യാമ്പിങ് തന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് യാത്ര പോകണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് നമുക്ക് നോക്കാം, യാത്രയിൽ നമുക്കത് കയ്യിലുണ്ടെങ്കിൽ അല്ലേ ഉപകാരപ്പെടും. പിന്നെ അടുത്തൊരു കമൻ്റാണ് മുസി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന്. നല്ല ഫിഷ് കറിയും ചിക്കൻ കറിയും ഒക്കെ വെച്ചാൽ കണ്ണല്ല അടുക്കം കാണേണ്ടി വരും. ജന്തുക്കൾക്ക് മണം പെട്ടെന്ന് അടിക്കും, സൂക്ഷിക്കുക. ശരിയാണ്. നല്ല ചിക്കൻ കറി ഇതൊക്കെ നമ്മളെ കറിക്കാണെങ്കിൽ നല്ല സ്മെല്ലും കൂടുതലാണ്, വല്ലാത്ത രീതി. പിന്നെ ഓലപ്പടക്കത്തിന്റെ കേസ് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാർ ഓലപ്പടക്കത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷമീർ കാരേമുട്ടം എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അടുത്ത ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നല്ലൊരു ടോർച്ച്, ഒരു ചെറിയ ഫാൻ കയ്യിൽ വെച്ചോളൂ. ഇപ്പോൾ ഉള്ള ടോർച്ച് ലൈറ്റ് കുറവാണ്. ഒരിക്കലുമല്ല, ഇപ്പോൾ ഉള്ള ടോർച്ച് ലൈറ്റ് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ഓവർ ലൈറ്റാണ് ക്യാമറയിലേക്ക് വരുന്നത്. വിഷ്വൽ വളരെയധികം കുറയും. ടോർച്ച് അടിപൊളിയാണ്. പിന്നെ ഫാന്, റീചാർജബിൾ ഫാൻ, അത് നമ്മൾക്ക് ഒരെണ്ണം ഇത്തരം മലകളൊക്കെ ആണെങ്കിൽ നമുക്ക് കരുതേണ്ടി വരും. അല്ലാത്തടത്ത് ഇപ്പോൾ പുഴക്കരയിൽ കിടക്കുമ്പോൾ നമുക്ക് ഇത്ര സീന് വരാറില്ല കേട്ടോ. പിന്നെ സാറോക്സ് റിയോ വീണ്ടും ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഓലപ്പടക്കം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം തന്നെ ക്യാമ്പ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ പടക്കം വാങ്ങിക്കാറുണ്ട്. അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നല്ലതാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും ഖാലിദ് CK എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. അത് രക്തക്കറയാണ്, ഏതോ ജീവിയെ പിടിച്ചുകൊണ്ട് പോയതാണ്, രക്തം ഉണങ്ങിയതാണ് അത് എന്നുള്ളത്. കാരണം നമ്മൾ ആ പാറയിൽ കണ്ടിട്ടുള്ള ആ ഒരു ചുവപ്പ് കളറുള്ള സംഭവം ആണ് അദ്ദേഹം പറയുന്നത്. എനിക്കും തോന്നി അത് രക്തക്കറയാണ് എന്നുള്ളത്. പക്ഷേ അത് ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടു. അപ്പൊ പിന്നെ ഞാൻ വല്ലാതെ മൈൻഡ് ആക്കിയില്ല. എന്തേലും ആട്ടെ, നമ്മൾ പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഏതെങ്കിലും ചെറിയ ജീവി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും മൃഗത്തെയൊക്കെ ഭക്ഷണമാക്കിയപ്പോൾ സംഭവിച്ചതാവാം. അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമൻ്റാണ് വന്നിട്ടുള്ളത്. എന്താണ് തങ്കമ്മ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ്. പനയുടെ അടുത്താണ് കണ്ടതെങ്കിൽ ഉറപ്പായിട്ട് പനയക്ഷിയാണ്. പാറയിൽ കണ്ട ആ അടയാളം പനയക്ഷിയുടെ ദാഷ്ട്രയിൽ നിന്നും ഊറ്റി വീണ ചോരയാണ്. അത് അതിനെയാണ് വായിക്കാൻ മലയാളം വലിയൊരു പിടുത്തം കിട്ടുന്നത് ആ ഒരു അക്ഷരം. എന്തായാലും അങ്ങനെയാണ്. ഞാനതിന് അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടൊരു റീപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പനയക്ഷി, അടിപൊളി. പിന്നെയുള്ളൊരു കമൻ്റാണ് ലൈഫ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. അവനൊരു യൂട്യൂബറാണ്. അപ്പോൾ അവന് ഇട്ടിട്ടുള്ള ഒരു കമൻറ്റ് കേൾക്കണം. ഇതൊക്കെ റീച്ചിന് വേണ്ടി ഇവൻ തന്നെ പ്ലാൻ ചെയ്ത സംഭവമാണ്, എന്നിട്ട് ഫുൾ അഭിനയം. റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഞാൻ ഈ ഒരു കമൻറ്റ് വായിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചു, ഇനി ഇത് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പ്ലാൻഡ് അല്ല. നമ്മളിത് നിങ്ങളെ പേടിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ പേടിക്കണം എന്ന് കരുതിയിട്ടല്ല നമ്മൾ പോകുന്നത്. റീച്ചിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയോ ചെയ്യാം. റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ മലമുകളിൽ പോയിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് റീച്ച് മാത്രമല്ല, നമ്മൾക്കും തന്നെ അതിൽ നിന്നൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ കണ്ട സംഭവങ്ങൾ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റാഞ്ഞത്, ഒന്ന് എൻ്റെ കയ്യിലുള്ള ക്യാമറ, ഈ ഗോപ്രോ ആണെങ്കിൽ ഗോപ്രോയിൽ സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കുറവാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തത കിട്ടാഞ്ഞത്. ഇല്ലാന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കിട്ടും. അത് ഏത് മൃഗമാണെന്ന് പോലും നമുക്കറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലൊരു കമൻറ്റ് എഴുതില്ലായിരുന്നു. ഞാനീ പറയുന്നതൊന്നും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നരുത് കേട്ടോ. ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഞാനീ പറഞ്ഞതുപോലെ അതിനൊക്കെ ഒരു റീപ്ലൈ, അതുപോലെ തന്നെ അതിൽ വരുന്ന തെറ്റിദ്ധാരണയ്ക്കൊക്കെ ഒരു മറുപടി തരാം എന്ന് കരുതിയിട്ടാണ്. അടുത്തായിട്ട് ഇല്യാസ് വിളയൂർ ബാബു, അദ്ദേഹം ഖത്തറിൽ നിന്നും ബാബു ഓട്ടുപുറ എന്ന് എഴുതി വെക്കും. വിഷ്ണു കണ്ണും സൗണ്ടും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഉണ്ടാവും, അതൊന്നും നോക്കണ്ട, നമ്മുടെ അയില അങ്ങോട്ട് വേവിക്ക്. ഖത്തറിൽ നിന്ന് ബാബു ഓട്ടുപുറ, അതത്രേ ഉള്ളൂ. അങ്ങനെ പലതും കേൾക്കും. അതൊക്കെ കേട്ട് നമ്മൾ നിന്നാലേ. അടുത്ത കമന്റ് അതിനേക്കാൾ സംഭവമായിട്ടുള്ളൊരു കമന്റാണ്. ഈ കമന്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് മറുപടിയായിട്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാം എന്ന് തന്നെയാണ് കരുതുന്നത്. അതിലെ രണ്ടാമത്തെ കഷ്ണം ആർക്ക് കൊടുത്തു? ആ 2 കണ്ണുള്ള ആൾക്ക് കൊടുത്തോ? മനസ്സിലായോ? അതായത് ഇവര് കരുതുന്നത് ഇദ്ദേഹത്തെ പോലത്തെ കുറച്ച് പേരുണ്ട്, നമ്മുടെ വീഡിയോ ക്യാമ്പിംഗ് വീഡിയോ
കാണുന്നതിൽ വന്നിട്ട് കമന്റ് ചെയ്തുന്ന കുറച്ച് ആളുകൾ, അവർ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ എൻ്റെ കൂടെ ആരോ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത്. കറണ്ട് പോയിട്ടാ മൈൻഡ് സെറ്റിലുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു പരിധിയുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാളെ കാണിക്കാതെ വീഡിയോ ചെയ്യുന്നതിൽ. പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താ പറയുക ഡിലീറ്റ് ആക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പരിപാടി നിർത്തുന്നതാണ്. അവിടെ വെച്ച് ഞാൻ എൻ്റെ ബ്ലോഗ് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ചങ്കൂറ്റത്തോടെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. കാരണം ഞാൻ ക്യാമറയുടെ ആംഗിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് അത് പോയി വിറകൊക്കെ ഇങ്ങനെ എടുത്ത് പോയിട്ട് അവിടെ ഇട്ട് വീണ്ടും വിറക് ക്യാമറ ഒന്ന് മാറ്റി വെച്ച് വീണ്ടും വിറക് എടുത്ത് വന്ന് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി. മനസ്സിലായോ? അപ്പോൾ ഈ ആ മീൻ കറി എന്ന് പറയുമ്പോൾ അത് 2 കഷ്ണം മീനാണ് ഉണ്ടായിരുന്നത്. ഈ 2 കഷ്ണം ഞാൻ തിന്നാന്ന് പറഞ്ഞാൽ പിന്നെന്ത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ അതിന് ഏതാണ്ട് എത്ര മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു അറിയാതെ 45 മിനിറ്റോ അങ്ങാണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അല്ലെ. 43 മിനിറ്റ് ആ വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഈ മീൻ തിന്നുന്നതും ഈ വിറക് ശേഖരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം കൂടുതലായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 43 മിനിറ്റ് ഒന്നും ലെങ്ത് അങ്ങോട്ട് കൂടിപ്പോകും. ഇതന്നെ ഏതാണ്ട് 1.25 മണിക്കൂർ വീഡിയോ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു. അത് വെട്ടിച്ചുരുക്കി ആവശ്യമുള്ള ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്ന ആവശ്യമുള്ള ഭാഗങ്ങൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പല ആളുകൾക്ക് ലാഗായിട്ട് തോന്നാം. പല ആളുകൾക്കും ചിലപ്പോൾ ഇത് എല്ലാം ഷോട്ടുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേങ്കിൽ എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പാടെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അല്ലാതെ അയിലക്കറി ഞാൻ വേറെ ആർക്കും കൊടുത്തല്ല, 2 കഷ്ണം ഞാൻ തന്നെ തിന്നത്. പിന്നത്തെ ഒരു കമൻ്റാണ്, ഒരു അടിപൊളി കമൻ്റാണ്. മിറാക്കിൾ വേൾഡ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. അടുത്ത ക്യാമ്പയിന് കുറച്ച് ചക്കക്കുരു കയ്യിൽ കരുതുക, ഒരുത്തനും അടുക്കില്ല. ചക്കക്കുരുവിന് അങ്ങനത്തെ പവർ ഉണ്ടാ? നല്ല ഐഡിയ ആണല്ലോ. അടുത്ത ക്യാമ്പയിന് ശ്രദ്ധിക്കാൻ ഞാൻ അതിനൊരു റീപ്ലൈയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ചക്കക്കുരുവിന് അങ്ങനത്തെ പവർ ഉണ്ടാ? എന്താല്ലേ. അടുത്തൊരു കമൻ്റാണ് ആൾ ഫുഡി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന്. കൂടെ ഉള്ള ആളെ ഒന്ന് കാണിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. ഇത് 4 പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 400 പേർക്ക് സംശയം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് താഴത്തേക്ക് ഞാനൊരു റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പണി നിർത്തും. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു സംഭവം തന്നെ, ഞാൻ ഈ പണി നിർത്തും. അതിൻ്റെ താഴത്ത് രതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ബ്രോ, കറക്റ്റ് ആരോ ഉണ്ട്, അദ്ദേഹം ഉറപ്പിച്ചു ആരോ ഉണ്ട്, കറക്റ്റ്. എന്താ പറയാ, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ആരെയും ഞാൻ കൊണ്ടാവാറില്ല. പോരാത്തോണ്ടല്ല, ഞാൻ കൊണ്ടാവാറില്ല. മനസ്സിലായില്ല. അതുപോലെ തന്നെ അടുത്തൊരു കമൻ്റാണ്. ഇത് സോൾ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ, C7 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. ടൈം ടാപ്പ് നോട്ട് ഇവൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുണ്ട്. ഇവന് ഇത് ഇപ്പോൾ അല്ല, ഒരുപാട് ആളുകൾ എന്നോട് അവിടെ കണ്ടു, ആ വീഡിയോ എടുക്കുമ്പോൾ ഒരാളല്ല ഓട്ടോയിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ടൈം ടാപ്പ് ഷാഡോ നോക്ക്, ബുദ്ധി കുറച്ച് ചിന്തിക്കുക. പിന്നെ അവൻ്റെ അറിയാതെ വന്ന നാവിൽ നിന്നുള്ള വാക്കുകൾ, ദാറ്റ് ഇസ് പോയിന്റ് ഫിസിയോളജി മൂവ്മെന്റ് ക്യാച്ച് ചെയ്യുക. റീച്ച് എക്സ്പോസിങ് യൂട്യൂബ് റീച്ച് മണി, അത് മാത്രം ഉള്ളൂ ഇവന്. എന്നെ കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. ആദ്യം അവൻ്റെ തന്നെ ഫേക്ക് ഐ ഡി ആയിരിക്കും. നോ മൈൻഡ് നോ പ്രോബ്ലം. എൻ്റെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ കുറ്റം പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴത്തേക്ക് ഞാൻ കൊടുത്തിട്ടുള്ള മറുപടി, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അതാണ് ഒന്ന്. അതിൻ്റെ താഴെ, ബ്രോ എങ്ങനെയെങ്കിലും എടുത്തോട്ടെ, താങ്കൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇർഷാദ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റിന് എനിക്ക് പറയാനുള്ള ഒരു കേസ്, ടൈം ടാപ്പ് എന്ന് പറയുന്ന സാധനം, ഈ ഗോപ്രോ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, 4 ബാറ്ററിയാണ് ഞാൻ കൊണ്ടുപോകാറ്. 4 ബാറ്ററി എൻ്റെ കയ്യിലുള്ളൂ. ഈ 4 ബാറ്ററി നമുക്ക് ക്യാമ്പിംഗ് ആണ് നമ്മൾ ഓർക്കണം. ക്യാമ്പിങ്ങിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള യാതൊരു മാർഗ്ഗമല്ല. എൻ്റെ കയ്യിലുള്ളത് ആകെയുള്ളത് പവർ ബാങ്കാണ്. ആ ഒരു പവർ ബാങ്കിൽ മൊബൈൽ ചാർജ് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യണം, നമ്മുടെ ടോർച്ച് ചാർജ് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യണം, പിന്നെ ക്യാമറ വേണമെങ്കിൽ ചാർജ് ചെയ്യാം അതിൽ, മനസ്സിലായോ? അത്യാവശ്യമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. അതായത് ഈ ബാറ്ററികൾ 4എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇടും. അത് ഏതാണ്ട് നമ്മൾ വിറകെടുക്കുമ്പോഴത്തേനും അത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ വിറക് കാര്യങ്ങളൊക്കെ വെട്ടി അടുത്തത് നമ്മൾ ഏതാണ്ട് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക് ഒരു 9 മണി റേഞ്ചിലൊക്കെ അതും തീരും.
പിന്നെ ഉള്ളത് മൂന്നാമത്തെ ബാറ്ററി. അത് ഞാൻ കിടക്കുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന അതിലാണ്. പിന്നെ ഒരു ബാറ്ററി നമുക്ക് കാലിയായിട്ട് കിട്ടും. ചില ദിവസം ഇത് കാലിയായി കിട്ടാറില്ല. മലമുകളിലാണെങ്കിൽ ഒട്ടുമിക്ക ദിവസം ഈ ലാസ്റ്റ് ബാറ്ററി കാലിയായി കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം കൊണ്ടാണ് ആ ഒരു സംഭവങ്ങൾ, അതായത് ഈ സ്പീഡായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ക്യാമറ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ സ്പീഡിൽ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് ആ ടെൻറ്റ് മടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇല്ല, അതൊക്കെ അവൻ കട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ ഉറപ്പിക്കാം അവൻ്റെ കൂടെ ആരോ ഉണ്ട്. ഏതായാലും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അഭിപ്രായത്തൊന്നും ഞാൻ കളിയാക്കിയ ഇതൊന്നുമല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം ഒന്നതാണ്. പിന്നെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒരാളുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണി ഞാൻ നിർത്തും. ഓക്കെ. ഫേക്ക് ഐഡിയിൽ നിന്നും യൂട്യൂബ് റീച്ച് മണി മാത്രമാണ് ഉള്ളത്. ഇവൻ എന്തെങ്കിലും കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. ആദ്യം ഇവൻ്റെ തന്നെ ഫേക്ക് ഐഡി ആയിരിക്കും. ഇതിൻ്റെ ഫേക്ക് ഐഡി ഞാൻ ഇന്നെ തന്നെ കുറ്റം പറയാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതെന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ നാവിൽ നിന്നും വന്ന വാക്കുകൾ, നാവിൽ നിന്നും വരുന്ന വാക്ക്, എന്നാൽ പിന്നെ നമ്മൾക്ക് കുക്കിംഗ് തുടങ്ങിയാലോ? എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്നാൽ പിന്നെ നമുക്ക് വിറകെടുക്കാം. എന്നാൽ പിന്നെ നമ്മൾക്ക് ആ വാക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാധാരണയായിട്ട് എൻ്റെ വീഡിയോകളിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾക്ക്, എന്നാൽ പിന്നെ എന്നുള്ള സംഭവങ്ങളൊക്കെ. നമ്മൾ എന്ന് ഉദ്ദേശിച്ച് ഞാൻ നിങ്ങളെയും കൂടി കൂട്ടിയിട്ട്, നിങ്ങൾ എൻ്റെ കൂടെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ കാണുന്നത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്തുള്ളത് പോലെ നിങ്ങൾക്ക് ഫീൽ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കത് അങ്ങനെ ശീലമായിപ്പോയി. കാരണം എൻ്റെ കൂടെ മുമ്പ് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ നമ്മളിങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലമായി പോയതാണ്. അത് വരും വാക്കുകൾ. ദാറ്റ് ഈസ് പോയിന്റ്. ഫിസിയോളജി മൊമെന്റ്സ് ക്യാച്ച് ചെയ്യുക. റീച്ച് എക്സ്പോസിങ് യൂട്യൂബ് റീച്ച് മണി, അത് മാത്രമേ ഉള്ളൂ ഇവന്. തീർച്ചയായിട്ടും അതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നമുക്ക് റീച്ച് വേണം, യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടണം. അല്ലാതെ വെറുതെ ഞാൻ ഈ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി ക്യാമ്പ് ചെയ്യുന്നതല്ല കഷ്ടപ്പാട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഇത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, ഇതിനേക്ക് വേണ്ട ക്യാമറ സ്റ്റാൻഡ്, ലൈറ്റ്, ടെൻറ്റ് തുടങ്ങിയ സംഭവങ്ങളും, അന്നേ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ചിലവും, ഇതൊക്കെ നമുക്ക് കിട്ടണം. മനസ്സിലായില്ലേ? ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതൊന്ന് വരുമാനം ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ അതാണ് ഒന്ന് പറയാനുള്ളത്. അടുത്തൊരു കമൻ്റാണ് വിനോദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും. വീരസമല്ലാത്ത വീഡിയോ ഇടുക, നിന്നെ ഉണ്ടാക്കാൻ ഇത് ആരെയും പറഞ്ഞു വിട്ടതാണ്, ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിക്കല്ലേ. എനിക്കത് കറക്റ്റ് മനസ്സിലായത്. ഈ വീരസമില്ലാത്ത വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വീരസമില്ലാത്തതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലായില്ല. നിന്നെ ഉണ്ടാക്കാൻ ഇത് ആരെയും പറഞ്ഞു വിട്ടതാണ്, നിന്നെ ഉണ്ടാക്കാൻ ധാരെ പറഞ്ഞു വിട്ടതാണ്, ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിക്കരുത്. ഒരു തരത്തിൽ ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിൽ പറ്റിക്കാറില്ല, എന്നല്ല എന്നും അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു റീച്ച് ഒരു കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല? അതൊന്ന് വിരസമില്ലാത്തതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കാര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോത്തെ കേസാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. മറ്റേതും കൂടി എടുക്കുവാണെങ്കിൽ കൂടുതൽ നേരത്തേക്ക് വീഡിയോൻ്റെ ലെങ്ത് കൂടും. അതായത് ക്യാമ്പിംഗ് വീഡിയോൻ്റെ അതിൽ ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം, വേറൊരു സംഭവം കൂടി ഉണ്ട്, വേറെ കമൻറ്റും കൂടി ഉണ്ട്. അതായത് പേടിയാണെങ്കിൽ എന്തിനീ പണിക്ക് നിൽക്കണം എന്നുള്ളത്. ഈ പേടി എന്ന് പറയുന്ന സംഭവം എന്താ കേൾക്കണം? പേടിയില്ലാത്തവന് സ്ഥിരതയില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ ഒരു മനുഷ്യന്, ബുദ്ധിയുള്ള അല്ലെങ്കിൽ സാമാന്യ തിരക്കില്ലാത്ത നോർമലി ഒരാൾക്ക് പേടി ഉണ്ടാവും. അവന് പേടിച്ചേ പറ്റൂ. ഈ പേടി എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെ നിന്ന് കിട്ടിയതറിയാം? തുടക്കം അത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് നമുക്ക് പേടി എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും, നമ്മളെ പേടിപ്പിച്ച് നിർത്തിയതൊക്കെ അവരാണ്. ധൈര്യം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ആരും തരുന്നതല്ല, അത് നമ്മളുടെ ഉള്ളിലുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേങ്കിൽ ഈ പേടി നമ്മൾ പണ്ടൊക്കെ നമ്മളെ പറഞ്ഞ് നിർത്തിയത് കൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ട് എന്താ പറയുക, ഈ പേടിയും ഈ ധൈര്യം പാടെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടും. അവിടെ അധികം ജയിക്കുന്നത് പേടി തന്നെയാണ്. ആ പേടി കാരണമാണ് നമ്മൾ പല ആളുകളും പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത്. അപ്പോൾ എനിക്ക് പേടി ഉണ്ടാവാറുണ്ട് എന്ന് കരുതിയാണ്ട് ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറിയ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പേടി എന്ന് പറയുന്നത് ഒരു
മനുഷ്യൻ്റെ സ്വാഭാവിക ചിന്ത അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും ഉണ്ട്. അത്ര വലിയ ധൈര്യശാലികളൊന്നുമില്ല. ഈ ധൈര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തിനാണെന്ന് അറിയില്ല. ധൈര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അറിവിനെയാണ്. അറിവാണ് ഏറ്റവും വലിയ ധൈര്യം. അറിവുള്ളവന് സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക സംഭവങ്ങളിലും ഒന്നിനെയും പേടിക്കണ്ട. ഇപ്പോൾ നമ്മൾ പറയും ക്യാമ്പിങ് ചെയ്യുമ്പോൾ പ്രേതം ഉണ്ടോ, പ്രേതത്തെ കണ്ടോ, പ്രേതമില്ലേ എന്നൊക്കെ. അപ്പോൾ ഇത് ഒരു ശാസ്ത്രീയപരമായിട്ട് ഗവേഷണം ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് ഈ പ്രേതം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അറിയാം പ്രേതം ഇല്ല എന്നുള്ളത്. കാരണം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് പേടി ഉണ്ടാവില്ല ഈ ഒരു വിഷയത്തിൽ. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പുഴ മുറിച്ച് കിടക്കാൻ നീന്താൻ പേടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നീന്തൽ അറിയുന്നുണ്ടാവില്ല. കാരണം അതിൽ അദ്ദേഹത്തിന് അറിവില്ല, എങ്ങനെ നീന്തണം എന്നുള്ള അറിവില്ല. അപ്പോൾ അറിവാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അല്ലാത്ത സംഭവങ്ങളിലൊക്കെ പേടി എന്ന് പറയുന്ന എന്തായാലും അത് അറിവില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് പേടി വരും. അപ്പോൾ എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം അല്ല ഈ പറഞ്ഞ മാതിരി പ്രേതത്തെക്കുറിച്ച്. പക്ഷേ എങ്കിൽ പ്രേതത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള സംഭവങ്ങളുണ്ട്, കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ് എന്ന് കരുതിയാണ്ട് ഞാൻ പ്രേതത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തെ പേടിച്ചിട്ടോ ഇന്നേ വരെ എൻ്റെ ക്യാമ്പിങ് അവസാനിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങിയിട്ടില്ല. അത് മുഴുവനാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ നമ്മളുടെ ടൂൾസിന് എന്തെങ്കിലുമൊക്കെ പൊട്ടലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പേടി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പേടി എല്ലാവർക്കും ഉള്ളതാണ്. ഇത്തരത്തിൽ കമൻറ്റ് ചെയ്തുന്ന ആളുകൾക്ക് പോലും പേടി ഉള്ള ആളുകളാണ്. പിന്നെ എൻ്റെ കൂടെ ഒറ്റയ്ക്കല്ല എന്ന് കരുതുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഞാനല്ല എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ട് എന്ന് കരുതുന്ന ആളുകൾ, അവരോട് എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ അങ്ങനെ കരുതുന്നതിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താ അറിയോ? അത് ഞാൻ നിങ്ങളെ മോശക്കാരാക്കി പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് പേടിയുള്ള ഒരു പരിപാടിയാണത്. നിങ്ങൾക്കൊരാളില്ലാതെ ഇതൊരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അങ്ങനെ തോന്നുന്നത് എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത്. മറ്റു ചിലർക്ക് തോന്നുന്നത് ക്യാമറ ആംഗിൾസ് കാര്യങ്ങളൊക്കെ മാറുന്നത് കൊണ്ടാണ്. അത് എൻ്റെ വീഡിയോ ക്രിയേറ്റിങ്ങിൻ്റെ ഒരു സ്കില്ലും അതുപോലെ തന്നെ എൻ്റെ എഡിറ്റിങ്ങിൽ വരുത്തിയ ചില ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ ക്യാമ്പിങ്ങിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അത് തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുള്ള ഏരിയകൾ മെൻഷൻ ചെയ്ത് എനിക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചും സംസാരിക്കുന്നതാണ്. നമ്മളൊരു ക്യാമ്പിംഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ, 2 മണിക്കൂർ വരെ വന്ന ദിവസങ്ങളുണ്ട്. അത്ര കണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. മൊത്തം ഷോട്ടാണത്. ഈ മൊത്തം ഷോട്ട് 1.5-2 മണിക്കൂർ, 1.25 വരുന്ന ഈ ഒരു ഷോട്ട്, ഈ ഒരു ഫയല് ഞാൻ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാക്കി വരുമ്പോഴേക്ക് ഏതാണ്ട് അത് ചുരുങ്ങി 45 മിനിറ്റോളം ആയിട്ട് വരും. അത് ഞാൻ വീണ്ടും കാണും. വീണ്ടും കണ്ടിട്ട് വീണ്ടും ഞാൻ അതിൽ വല്ല ലാഗ് ഉണ്ടോ, എവിടെയെങ്കിലൊക്കെ ഇനിയും മാറ്റങ്ങൾ വരുത്തണോ, ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഇനിയും മിനിറ്റുകൾ കുറക്കാൻ വേണമെങ്കിൽ എന്ന് കരുതിയിട്ട് അങ്ങനെ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് മിനിറ്റുകൾ കുറച്ച് അതൊരു 35 മിനിറ്റിലേക്ക് കൊണ്ടുവരും. അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണുവാണെങ്കിൽ വീണ്ടും ഞാൻ കാണും കേട്ടോ. ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ട് ഞാൻ അതിങ്ങനെ ലാഗില്ലാതെ എനിക്ക് തന്നെ കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാറാണ് പതിവ്. അങ്ങനെ 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് 30, 35, 40 മിനിറ്റ് ആയിട്ട് എത്തുന്നത്. അത് കരുതിയിട്ട് ഈ 45 മിനിറ്റ് മാത്രമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഷൂട്ട് ചെയ്തത് അതിനേക്കാൾ കൂടുതലായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചത് വെറും 35-45 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ പിന്നെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഏകദേശം സംശയങ്ങളൊക്കെ മാറി എന്ന് കരുതുന്നു. ഇനിയും മാറിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റുകൾ തുടരുക. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ ലൈക്കും എല്ലാമാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അതൊരിക്കലും നിങ്ങൾ നിർത്തരുത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഈ കമൻറ്റ് എഴുതിയ വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം. ഞാൻ അത്തരത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ തിരുത്താം എന്ന്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു, ആ തെറ്റിദ്ധരിച്ചത് തിരുത്താം എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്നാൽ ഓക്കെ, ബൈ.